ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ നാലമ്പലം ചുറ്റാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഇതാ 4 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇതാ ബസ്സിലൊക്കെ കയറി അങ്ങനെ പോകാൻ തുടങ്ങിയിട്ടാണ്. ഞാനും അമ്മയും കൂടും, പിന്നെ കുടുവിൻ്റെ അമ്മയും, പിന്നെ ഞങ്ങൾ തറവാട്ടിലെ മേമയും, പിന്നെ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരും, പിന്നെ ഇവിടെ സൈലേട്ടൻ്റെ വീടിൻ്റെ അവിടെയുള്ള കുറച്ച് ആൾക്കാരും, അങ്ങനെ എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിലിരിക്കുന്ന അതാണ് കേട്ടോ കുടുവിൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങളിതാ പോവണേ. ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മ, പിന്നെ ഇത് കൂടും. അങ്ങനെ ഞങ്ങളിതാ പോവണേ. അങ്ങനെ ഇതാ നല്ല രസമായിരുന്നു കേട്ടോ പോവലൊക്കെ. അങ്ങനെ ഞങ്ങളിതാ തൃപ്രയാറെത്തിയിട്ട് നമ്മൾ ആദ്യം ഉള്ളിലൊന്ന് കയറി തൊഴുതിലിട്ട് പുറത്തൊന്ന് തൊഴുതിട്ട് അങ്ങനെ പോവുകയാണേ. കാരണം ഇവിടെ വരി കൂടുതലാണ്, തിരക്ക് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറില്ല. ഇത്രയും പേരാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ നിന്നതാണേ. പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെത്തിയ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കായിരുന്നിട്ട് കൂടി ഞങ്ങളെല്ലാം വരിയൊക്കെ നിന്നില്ലോട് തൊഴുതിട്ടാ. തൃപ്രയാർ മാത്രമേ ഞങ്ങൾ വരുന്ന സമയത്ത് ഉള്ളിൽ കയറിയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് രാവിലെ അവിടെ കയറിയില്ല, വൈകിട്ട് തിരിച്ച് വരുമ്പോൾ ശിവേലിൻ്റെ സമയത്താട്ടോ നമ്മൾ തൃപ്രയാർ എത്തിയിട്ട് ഉള്ളിൽ കയറി തൊഴുതത്. അങ്ങനെ ഞങ്ങളിതാ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ബാക്കിലെത്തിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒരു അമ്പല ദർശനത്തിനേക്കാൾ ഉപരി ഒരു ടൂറിൻ്റെ വൈബായിരുന്നു എനിക്കും കുടുവിനൊക്കെ. കാരണം നമ്മളങ്ങനെ ദൂരെ യാത്രയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് പോണത് ദൂരെ യാത്രയാണ്. നമ്മുടെ ജില്ല കോഴിക്കോടൊക്കെ പോയിക്കണേ, കോഴിക്കോട് തൃശ്ശൂരൊക്കെ പോയിക്കണേ, എറണാകുളത്തൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം, ഒരു ആക്രാന്തം എന്നൊക്കെ പറയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കവർ കണ്ടോ നിങ്ങൾ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയാണിത്. ഭക്തിഗാനം ഇട്ടപ്പോൾ തുടങ്ങിയതാണ്. അവർ മുടി അയച്ചിട്ടത് വേറെ ചേച്ചി അയച്ചിട്ട് കൊടുത്താണ് കേട്ടോ, ആ സ്റ്റൈലാടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ തിരുമൂഴിക്കുളം അമ്പലത്തിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ കുറേ വേലി പോലെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് അങ്ങനെ വരണം കേട്ടോ. അവിടെ നല്ല ക്യൂ ആയിരുന്നേ. കുറേ നേരം അവിടെ നിന്ന് പിന്നെ തൊഴുതതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ നിന്ന് കേട്ടോ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത് കഞ്ഞി പുഴുക്കും അച്ചാറും ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ പായമ്മൽ പായമ്മൽ അമ്പലത്തിലെത്തിയ ആ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ പിന്നെ മീനൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൂടും കുട്ടാപ്പും അമ്മയും എല്ലാവരും അവിടെ നിന്ന് 20 രൂപയ്ക്ക് പൊരി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ മീനിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ നേരം അവിടെ മീനിനൊക്കെ കണ്ടു നിന്നേ. അപ്പം ഞാൻ കുട്ടാപ്പിനോട് പറയുമായിരുന്നു, കുട്ടാപ്പ നോക്കടാ നല്ല കയമ്പുള്ള മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയോട് നല്ല ചീത്തയായിട്ട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെന്ത്. അങ്ങനെ ഇതാ ഞാനും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ച്. ഞാനാണ് കേട്ടോ അവൾക്ക് കുറി ഇട്ട് കൊടുത്ത്. അവൾക്ക് ചെറിയ കുറി തൊടുന്നത് ഇഷ്ടം. അപ്പം ഞാൻ വലിയ കുറി ഇട്ടത് അവൾ കണ്ടിട്ടില്ല. വീഡിയോ എടുക്കുന്ന സമയത്താണ് അവൾ കുറി ഇട്ടത് കണ്ടത്. അപ്പോൾ അതെന്ത് വലിയ കുറിയെന്നൊക്കെ പറഞ്ഞ് ആൾ ചൂടാവുകയാണ്. അങ്ങനെ കുറിയൊക്കെ അവൾ അടർത്തിയെടുക്കുക. ഞാൻ സമ്മതിച്ചില്ല കേട്ടോ, അടർത്തിയെടുക്കാൻ പാടില്ല, ദേവി കോപിക്കില്ല, ഭഗവാൻ കോപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ അവൾ കുറിയൊന്നും മറിച്ചില്ല കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തൃപ്രയാറെത്തിയ ശിവേലിൻ്റെ സമയത്താണ് നമ്മൾ തൃപ്രയാറെത്തിയത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അവിടെ കാണാൻ ചുറ്റുവിളക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോനേക്കാളും കൂടുതൽ ഫോട്ടോസാണ് കേട്ടോ എടുത്തത്. അങ്ങനെ പിന്നെ ഇതാ ശിവേലിൻ്റെ സമയത്ത് ഇതാ നമ്മുടെ പ്രദക്ഷിണം വയ്ക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി 3 വട്ടം പ്രദക്ഷിണമൊക്കെ വെച്ച് പിന്നെ ഉള്ളിലൊക്കെ തൊഴുത് നല്ല സമാധാനത്തിൽ നമുക്ക് രാവിലെ തന്നെ ഭയങ്കര തിരക്കായത് കേട്ടോ. പക്ഷെ അതിനേക്കാൾ സുഖം സത്യം പറഞ്ഞാൽ വൈകിട്ട് ഈ നേരത്തെ തൊഴാനാണ്. അത്ര ആൾക്കാരൊന്നുമില്ല. രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന സമയത്ത് പുറത്തായിരുന്നു ക്യൂ. അതും ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ജനങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴൊന്നും നമ്മുടെ വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ കുടുവിനോട് ഞാൻ പറയുന്നു നോക്കാം. അപ്പോൾ കുടുവിന് ഉറക്കം വന്നിട്ട് കുടുവിൻ്റെ കണ്ണ് കണ്ടില്ലേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ബസ്സിലൊക്കെ കയറി. നമ്മൾ വരുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ ഇട്ടിരുന്നു. വരുന്ന സമയത്ത് ഫുള്ള് ഭക്തിഗാനത്തിൻ്റെ അങ്ങനത്തെ പാട്ടാണ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ കൊട്ടിയിരിക്കുക എന്നുള്ള ഡാൻസ് ഒന്നും കളിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ പോണ സമയത്ത് ഫുള്ള് അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നേ. നമ്മൾ ഈ അമ്പല ദർശനത്തിന് പോയതാണെന്ന് തോന്നില്ല തിരിച്ചു വരുന്ന സമയത്ത്. കാരണം ഫുള്ളെല്ലാവരും എന്താറുമതിക്കൽ
അങ്ങനെ എല്ലാവരും ഇതാ ഞാൻ അങ്ങനെ കുറച്ച് നേരമൊക്കെ കൈയൊക്കെ കൊട്ടിയിരുന്നു കേട്ടോ, അല്ലാതെ അങ്ങനെ ഓവറായിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ പാപ്പൻ്റെ മോളാണ്. അപ്പോൾ എന്നോട് കളിക്കാൻ വേണ്ടി വരാൻ പറയുകയാണ്. പിന്നെ കുടും കുട്ടാപ്പും ഒക്കെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞാനും കുട്ടാപ്പും പാട്ടൊക്കെ പാടിയേ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നേ. ഇന്ന് നല്ലൊരു ദിവസം തന്നതിന് ഭഗവാനോടൊക്കെ നന്ദി പറയുന്നുണ്ട് ഞാൻ. കാരണം നമ്മളൊരിക്കലും ഈ ഒരു നാലമ്പല ദർശനത്തിന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നാലമ്പല ദർശനത്തിന് പോണത്. ഒരുപാട് കാലമായി നമ്മളിങ്ങനെ ഒരു അമ്പലത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സപ്പഴാണ് കേട്ടോ സാധിച്ചത്. അതും എൻ്റെ അമ്മ കൊണ്ടുപോയതാണ്ടാണ്. അങ്ങനെ ഇതാ എല്ലാവരും ഭയങ്കര ഡാൻസ് തന്നെ. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 രാത്രി 12:30 കഴിഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് കുടുവിൻ്റെ അമ്മ അങ്ങോട്ട് കുടുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനും കുടുവും കൂടി ഇങ്ങോട്ട് വന്നിട്ടാ. പിന്നെ അതിലിടയ്ക്ക് നമ്മൾ ഈ പുക വരുന്ന സംഭവമില്ലേ, പാട്ടൊക്കെ ഇട്ടാൽ ആ സംഭവം വന്നേ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആർക്കും ഇങ്ങനൊരു സംഭവം ഉള്ളത് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ ബസ്സിൽ. അപ്പോൾ ഈ പുക വന്ന സമയത്ത് എല്ലാവരും കൂടി ബാക്കിൽ നിന്നാണ് പുക വന്നത്. അതിനെന്താ പറയുക, ഞാൻ മറന്നു എന്താ പറയാന്നുള്ളത്. അപ്പോൾ അത് വന്ന സമയത്ത് എല്ലാവരും കൂടി ഓടി അയ്യോ ബസ്സിൽ തീ പിടിച്ചേന്ന് പറഞ്ഞ് ഓടി ഫ്രണ്ടിൽ വന്ന് വീലിട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവും ഓടലിൽ നടന്നൊരു കേൾക്കല്ല, ഇവർക്ക് പേടി, കാരണം ബസ് കത്തണമെന്നല്ലേ. അങ്ങനെ അതുവരെ ഇരുന്നിട്ട് ഉറങ്ങിയിരുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇരുന്നിട്ടില്ല കേട്ടോ. കാരണം പിന്നെ അവർ ഫുള്ള് കളി, കാരണം അതുവരെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. ഈ പുക വന്നപ്പോൾ ആ ഒരു പേടിയിൽ എല്ലാവരും ഉണർന്നങ്ങോട്ട്. പിന്നെ എല്ലാവരും നല്ല കളിയൊക്കെയായി. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഇതുപോലെയൊക്കെയുള്ള യാത്രകളൊക്കെ പോകാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കുമോ എല്ലാവരും, മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. ഒത്തിരി സ്നേഹം.